നീ ഇതെവിടെയായിരുന്നു? ഇന്നലെ രാത്രി എന്നെ കണ്ടല്ലോ. അത് ഞാൻ അൽവിന്റെ വീട്ടിലായിരുന്നു. സെറ്റായോ? പിന്നല്ല. അപ്പൊ എന്നാ ചെലവാണോ മോനെ? ചെലവല്ലേ, അതൊക്കെ ഞാൻ തരാം. ആരാ? ആൽവിനാ. ഓ, എത്തിയോന്ന് ചോദിക്കാൻ വിളിക്കായിരിക്കും. എടുത്തോ, ഞാൻ പോവാ. ഓക്കെ. ഹലോ. എത്തിയോ? എത്തി. പിന്നെന്താ, ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോണം. എന്നാ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇന്ന് വാക്കുള്ളതല്ലേ. എന്ത് വെച്ചേടാ? എനിക്ക് എന്നെ കാണണം. എടാ, നീ ഇപ്പം അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, എന്നാലും എനിക്ക് എന്നെ കാണണം. ഓക്കെ ഓക്കെ, വൈകുന്നേരം ഞാൻ പിക്ക് ചെയ്യാൻ വരാം. ശരിക്കും? എന്നാ ഓക്കെ, ബൈ. ലവ് യു. ലവ് യു ടു മൈ ഹബി. നീ ഇതൊന്നും കൂടി പറഞ്ഞേ. ഐ ലവ് യു ടു മൈ ഹബി. താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ. കേറി വാ, ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. നീയോ? എന്റെ അതിപ്പോ നീ എങ്ങനെ അറിഞ്ഞു? അത് ഇന്നലെ അല്ലേ സെറ്റായേ. അപ്പൊ ഇന്ന് രാവിലെ നിന്നോട് പറയാൻ വരുന്നതിന്റെ അടക്കല്ലേ നീ ഇങ്ങോട്ട് വന്നേ. ഓഹോ, അറിയാത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. പട്ടി ചേച്ചി, നീ ഇതങ്ങോട്ട് പോന്നെ? പറഞ്ഞിട്ട് നീ ഇവിടെ അണിഞ്ഞാ മതി. എടി, സത്യമായിട്ട് ഞാൻ നിന്നോട് പറയാൻ വരുമായിരുന്നു. നീ ഇവരോടൊക്കെ നേരത്തെ പറഞ്ഞാലോ? ഞാൻ ഇവളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവള് വേണേ കണ്ണുകിടന്ന് അറിഞ്ഞേക്കും. കണ്ണൻ അറിയുന്നു. ഓഹോ, നീ കണ്ണനോട് എപ്പോഴാ പറഞ്ഞേ? അയ്യേ, ഇവള് എടി കണ്ണനല്ലേ അവനെ പുറത്തിറക്കിയേ. അപ്പൊ അവൻ അറിയാതെക്കോ? കുട്ടാ, എന്റെ അമ്മ. നീ ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ലമ്മ, എന്താ അച്ഛൻ വരണ്ട പറഞ്ഞു. എന്തിനാന്നറിയില്ല. ഓക്കെ. അച്ഛൻ വേറെ അല്ലോ നിന്നോട് പറഞ്ഞോ? ഇല്ല. എന്തായാലും അച്ഛൻ വന്നാ പറയണ്ടാവും. എന്നാലും ഞാൻ പറയാ, നമ്മൾ അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. ട്രിപ്പോ? എങ്ങോട്ട്? എങ്ങോട്ടെന്ന് വെച്ചാ ഗോവയ്ക്ക്. പൊളിച്ചു. അമ്മ, എന്തേ? ഇതിപ്പോ തന്നെ ഇവളെ ചെവിയിലേക്കോട്ട് എത്തിച്ചെന്തിനാ? അതെന്തുപറ്റി? ഇവിടെ എനിക്കും കാണാനും മാത്രമേ അറിയൂ. ടൂറ് പോകണ്ടെങ്കിൽ ഒരാഴ്ച മുന്നുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങിക്കൂട്ടി ഞങ്ങളെ പൈസ കഴിക്കലാണ് ഈ നാറിന്റെ പരിപാടി. അതിനെന്താടാ, അവള് കൊച്ചല്ലേ. അമ്മ ഇവളെയാണോ അപ്പൊ കുട്ടീന്ന് വിളിച്ചേ? എന്റെ മുത്തശ്ശിയാവും ബ്രാൻഡ് വെക്ക്. നിന്റെ അച്ഛനാണോ മുത്തശ്ശി? മോളെ സോറി അച്ഛാ, ആള് മാറിപ്പോയി. നമ്മള് പോകുമ്പോ അപ്പൂനും അക്കൂനും കൂടി കൊണ്ടുവന്നുണ്ടേ. കണ്ടോ, ഞാൻ ഒഴികെ കുടുംബം മൊത്തം അറിഞ്ഞു. നീ അറിയാതെ കുടുംബം മൊത്തം എന്തറിഞ്ഞു? ഇവന്റെ ലവറിന്റെ കാര്യം. ലവറോ? ആർക്ക്? ഇവനോ? തൂക്കി. അതമ്മ, അതവള് വെളിവും കണ്ണൻ തിരിവൊന്നുമില്ലെന്ന് പറയാണ്. നീ മിണ്ടട്ടെ. യോ കണ്ടിന്യൂ. അതേമ്മ, ഇവന് ലവറുണ്ട്. നിങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞ അപ്പൂന് ഇവന്റെ ലവറ്. ഞാനിട്ട് കളിക്കാം. എന്ത്? അല്ല, ട്രൂത്തോടെ കളിക്കുന്ന കാര്യമില്ല ഇപ്പൊ അവിടെ പറഞ്ഞേ. അതയില്ലാറ് മാമ, ഇവിടെ മനുഷ്യന്റെ ജീവൻ പോണ സിറ്റുവേഷനിലെങ്കിലും ഒന്നും ഉണ്ടായിരുന്നൂടെ? നിന്നെ അവിടെ കൊല്ലാൻ പോണേ? കൊണ്ണോ അച്ചു. അല്ല, എന്താണ് ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? മേശയും കസേരയിലും മോന്റെ കള്ളി എന്തായാലും വിളിച്ചതായിട്ടുണ്ട്. എന്ത് കള്ളി? നിങ്ങളെ മോന് പ്രേമം. ട്രൂത്ത്? ആരാണാവോ ഹതഭാഗ്യവാൻ? അച്ഛാ, യൂട്യൂബ് റൂട്ടസി. സോറിടാ മോനെ, എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കണ്ടേ. അപ്പുവാണ് ഹതഭാഗ്യവാൻ. അപ്പോ എന്തിനാടാ ആ ചെക്കന്റെ ജീവിതം നീ തൊലക്കണേ? ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ അച്ഛൻ അവനെ പ്രപ്പോസ് ചെയ്യാൻ പോയത്. ഇവൻ പറഞ്ഞ നേരാണോ മനുഷ്യ? ഇവൻ നാക്കെടുത്താന്ന് പറയൂ. അത് ഇവന്റെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ. പിന്നെ നിങ്ങൾ അറിയാതെ ഇവനൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വട്ടം കറങ്ങിയത് മതി. കണ്ടുപിടിച്ചോലേ? 10-20 കൊല്ലായില്ലേ സഹിക്കണു. ശ്രീതു എന്താ മനുഷ്യ? അല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മള് അടുത്ത ആഴ്ച ടൂർ പോവാല്ലേ? അതേലോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ടൂറൊക്കെ പോവല്ലേ, വേണേ ഞങ്ങളെ ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചോ. ശരിക്കും വിളിക്കട്ടെ? വിളിച്ചോ. അല്ലേലും വിളിച്ച മാസം. എടി പെണ്ണെ, ഫ്രണ്ട്സിനൊക്കെ വിളിക്കാൻ പറഞ്ഞത് അടിച്ചു വാരി കൊണ്ടുവരാൻ നിക്കട്ടോ. ശരി അമ്മ. അല്ല, അമ്മയ്ക്ക് എവിടുന്നാ ഫ്രണ്ട്സ്? അമ്മൂമ്മ അതിന്റെ മാറ്റാളാടാ പട്ടി. എടി, ഇപ്പൊ കുടുംബക്കാരൊന്നും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇനി. അപ്പു ആയിരിക്കും അല്ലേ? ഇങ്ങോട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആ ചെക്കനെ പേടിപ്പിക്കാതെ കേട്ടോ അമ്മ. ഇല്ലടാ, ഭയപ്പെടുത്തോളൂ. അമ്മ സ്പീക്കറിലിട്. ഓക്കെ. ഹലോ. ഈശ്വര, അമ്മ ആൽവിൻ ഇല്ല അവിടെ? ഇല്ല. പിന്നെ എവിടെ പോയി? അവന് പെണ്ണാണോ പോയതാ? പെണ്ണ് കാണാനോ? അതെ, നിന്നോട് പറഞ്ഞില്ല? ഇല്ല. അച്ഛൻ വിളിച്ചിരുന്നു. പെണ്ണിനെന്തായാലും അവനെ ഇഷ്ടപ്പെട്ട മട്ട. അവനും തിരിച്ചങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു കേട്ടു.
അവൻ്റെ ഒരു പെണ്ണാണത്. വരട്ടെ, പൊട്ടിക്കാൻ ഇന്ന് കാണിച്ചു കൊടുക്കാം. അല്ല മോനെന്തൊന്നും പറയാത്തെ? ഞാൻ വന്നിട്ട് വിളിക്കാൻ പറയണോ? വേണ്ട. അല്ല വന്നിട്ട് ഞാൻ വിളിക്കാൻ പറയാം. വേണ്ടമ്മ, ആവശ്യമില്ല. ആ എന്നാ ശരി മോനെ. അമ്മ എന്താണ്? ആറ്റുനോട്ടുണ്ടാക്കിയത് അയിന അതും പോക്കി. ഏയ് അവൻ നിന്നെ ബ്രേക്കപ്പ് ആക്കൊന്നുമില്ല, അതോർത്ത് നീ പേടിക്കണ്ട. ഇത് നിങ്ങൾ ഇപ്പൊ പറയും. അവനെങ്ങാനും എന്നെ ബ്രേക്കപ്പ് ആക്കി പോയ നിങ്ങളെയാണല്ലോ. ചട്ടിയും കലാമ്പ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. ഇത് മുട്ടിയതല്ലോ, മുട്ടിച്ചല്ലേ? അതാ എന്റെ ചെക്കനോട് ഞാൻ ടൂറിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഒന്നും കൂടി വിളിക്കണം. ആ ഫോണിങ് എന്നാടാ? എന്തിന്? അടുത്ത ചട്ടിയിട്ട് കുട്ടിക്കാനോ? വേണ്ട, ഞാൻ തരില്ല. മോനെ സ്വന്തം ഫോണെന്നാണ് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ, എനിക്കുണ്ടല്ലോ ഫോണ്. എന്നാ വിളിച്ചോ? ആ വിളിച്ചിട്ട് വേണം നീ അവളായിട്ടുള്ള കല്യാണമൊക്കെ ആയി എന്നൊക്കെ പറയാൻ. അമ്മ, ഇതാ ഫോണ്. അങ്ങനെ വഴിക്ക് വാ. കട്ടാക്കിയടാ. കണ്ടോ കണ്ടോ, ഞാൻ അപ്പഴ പറഞ്ഞതല്ലേ ഈ അമ്മ. അത് പോട്ടെ, നമുക്ക് അവനെ ചേച്ചിനെ വിളിച്ചു നോക്കാം. ആ വിളി. എന്താടാ? ആ മോളെ, ഞാൻ അൽവിന്റെ അമ്മയാണ്. ആ എന്തമ്മ? അല്ല ഞങ്ങള് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോ അവരൊക്കെ പറഞ്ഞു നിങ്ങളും കൂടി കൊണ്ടുപോവാൻ. അയ്യോ അമ്മ, നിങ്ങൾ ഫാമിലി ആയിട്ട് പോവല്ലേ, അപ്പൊ ഞങ്ങളെങ്ങനെ? അല്ലല്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ പോരെ. എന്നാലും നിങ്ങൾ ഫാമിലിക്കായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ വരാന്ന് വെച്ചാൽ മോശമല്ലേ? അതൊന്നും വേണ്ട, അവരെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മോള് പോരെ, അപ്പൂനും കൂടി പോരെ. എന്നാ ഞാൻ അപ്പൂനോട് ചോദിച്ചിട്ട് വിളിക്കണ്ട. ആ ഓക്കെ, പക്ഷെ വരാതെ ഇരിക്കരുത് കേട്ടോ. ഇല്ലല്ല, ഞങ്ങൾ വരാം. ആ അപ്പൊ എന്നാ ഓക്കെ. ഓക്കെ അമ്മ. അങ്ങനെ അതും കഴിഞ്ഞു. ഇനിയിപ്പോ ഒരാഴ്ച നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കാൻ തുടങ്ങിക്കോ. പിന്നെ പോകുന്നതിന്റെ തലേന്ന് അത് വാങ്ങിച്ചില്ല ഇത് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ കംപ്ലൈന്റ് ആയിട്ട് വന്ന ചൂലെടുക്കും ഞാൻ. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒക്കെ വാങ്ങി വെച്ചോ. ഓക്കെ? അയ്യോ വല്യമ്മ, അത് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. ഇവളല്ലേ ഞങ്ങളെ കൂടെ ഉള്ളേ. ഓ നിനക്ക് കപ്പു ഞാൻ ശരിയാണല്ലോ. തുടങ്ങി രണ്ടും എവിടെ കടന്ന് ഇനി അടി കൂടിയ. അല്ല ഒന്നില്ലേലും നിനക്കൊരു ഭാര്യ അല്ലേടാ? അങ്ങനെ പറയാമ്മ. നീ മിണ്ടണ്ട, നിന്നെ ചുറ്റിക്കളിയൊക്കെ ഞങ്ങൾ ഏകദേശം പിടിച്ചിട്ടുണ്ട്. അക്കുമായിട്ടുള്ള എല്ലാ ഇടപാടും ഞങ്ങൾക്കറിയാം. നാട്ടിപ്പാട്ടാണല്ലേ? യെസ്. അപ്പൊ ഭാര്യയെ ഷോപ്പിങ്ങിന് ഇന്ന് പോണോ നാളെ പോണോ? നാളെ പോയാ പോരെ, എന്തിനാ ഇന്ന് വെറുതെ പോണേ? ആയിക്കോട്ടെ, വലിയ ഉപകാരം. അപ്പോ സഭ പിടിച്ചു വിട്ടിട്ടില്ലെങ്കിലും ഞാൻ പോണു, എനിക്ക് ഉറങ്ങണം. ഗുഡ് നൈറ്റ്. നട്ടുച്ചയ്ക്ക് ഗുഡ് നൈറ്റോ? എന്നാ വേണ്ട, മാറ്റി പിടിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഭാര്യ വരൂ, നമുക്ക് പോവാം. ഇവിടെ വാടി. ആ ഇതാ വരുന്നു. പെണ്ണാണം പോയേക്കുന്ന പെണ്ണാണല്ലോ. പൊട്ടി തടി ചേട്ട. എന്നാലും അവൻ എങ്ങനെ തോന്നി ഈ സുന്ദരമായ മുഖം വിട്ടിട്ട് വേറെ പെണ്ണിനെ നോക്കാൻ? ശേ, മോശം മോശം. പട്ടിങ്ങട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്നാലും എനിക്കെന്താ ഒരു കുറവ്? ശേ. എടാ അപ്പു, ഇവനെന്താ പണി? എന്താടി നിനക്കെന്താ പണി? തലയും കുത്തിക്ക. എന്റെ വരുന്നോ? ഞാൻ വരുന്നില്ല. ആ പിന്നെന്താ? ഒന്നുമില്ല. എന്നാ പോയിക്കൂടെ? ആ പോവാലോ, ബൈ. അല്ല നീ ഒരു കാര്യം പറയാനില്ല, ഇങ്ങോട്ട് വന്നേ. എടാ പട്ടി, എന്താ എനിക്ക് വേണ്ടത്? ഒന്നുമില്ല, ഇതൊന്നും മിണ്ടാതിരുന്ന് കേട്ടാ മതി. എന്നാ പാണ. അടുത്ത ആഴ്ച, അതായത് 18-ാം തീയതി ആൽവിന്റെ വീട്ടുകാരും ആൽവിനും കൂടി ട്രിപ്പ് പോകുന്നുണ്ട്. അതിന് അവരെ ഫ്രണ്ട്സിനെയും നമ്മളെയും വിളിച്ചിട്ടുണ്ട്. നിനക്ക് താല്പര്യം ഇല്ലെങ്കിലും ഞാൻ പോവും, താല്പര്യം ഉണ്ടെങ്കിൽ പോര്. ഓക്കെ? ആ ഞാനുണ്ട്. അല്ല പക്ഷേ നമ്മൾ എന്തു പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും? അങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ അച്ഛൻ വിടും, പക്ഷെ അമ്മയോ? അതാണ്. നമുക്ക് അച്ഛനോട് പറഞ്ഞല്ലോ അമ്മേനെ ഡീലാക്കാൻ. അതൊരു നല്ല ഐഡിയ. അപ്പോ അച്ഛൻ ചെല്ലണം അല്ലേ? യെസ് ഓഫ് കോഴ്സ്. എന്നാ വാ കാണാൻ പോവാം. അച്ഛാ. എന്തോ? അകത്തേക്ക് വന്നോട്ടെ? പോര്. അപ്പു, അച്ഛനെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലേ? കഴിഞ്ഞോ? എന്ത്? അല്ല സോപ്പിട്ട് കഴിഞ്ഞോന്ന്, എനിക്ക് പോയി കുളിക്കാനേ. അല്ല നിക്ക് പോലെ. എന്നാ കാര്യം പറ. അച്ഛാ, ഈ 18-ാം തീയതി ഞങ്ങൾ ആൽവിന്റെ ഒപ്പം പൊക്കോട്ടെ? എങ്ങോട്ട്? അല്ല അവർക്കൊരു ട്രിപ്പ് പോകുന്നുണ്ടേ, അപ്പൊ ഞങ്ങളെയും കൂടി വിളിച്ചു. അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ. അതിനെന്താ പൊക്കോ, എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല. നിങ്ങൾ പൊക്കോ, വീടിന് കുറച്ച് ദിവസം സമാധാനം കിട്ടിക്കോളൂല്ലോ. എന്താ? അല്ല സമാധാനമൊക്കെ കിട്ടിക്കോട്ടെ, പക്ഷേ സമാധാനം കിട്ടണമെങ്കിൽ അമ്മ വിടണ്ടേ? അമ്മേനൊക്കെ ഞാൻ പറയടില്ലായിക്കോളാം, യു ഡോണ്ട് വറി. അല്ലേ അച്ഛൻ മുത്ത.
ഈ കവളിങ് എന്തിനാ പറ്റിയ? ചിരിക്കുന്നടാ പാട്ടി. ഇനി വല്ലതും? ഇനിയൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. ആയിക്കോട്ടെ, ഇനി മക്കളൊന്നും മക്കളുടെ വഴിക്ക് പോയാൽ എനിക്ക് എന്റെ പണി എടുക്കാമായിരുന്നു. എന്നൊക്കെ ഞങ്ങൾ പോയി. ഓക്കേ. എന്താടോ? ഡോന്നോ? എടാ എന്റെ പെണ്ണാളാൻ പോയത് ശരിയല്ലേ? എടാ അത് അങ്ങനെ അല്ല, അങ്ങനെ തന്നെയാണ്. എടാ അത് അമ്മ വെറുതെ പറഞ്ഞതാണ്. പിന്നെ അമ്മയ്ക്ക് നിന്റെ പെണ്ണാളിൽ വെറുതെ പറയണ പണിയാണല്ലോ. എടാ സത്യമായിട്ടും ഞാൻ വിശ്വസിക്കൂല. എടാ നിന്നെ വിട്ട് ഞാൻ വേറെ പെണ്ണിനെ ആണെങ്കിൽ നോക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇതുവരെ അല്ല, എനിക്കിപ്പോ നല്ല തോന്നുന്നുണ്ട്. എടാ ഈ ഒന്നും മനസ്സിലാക്കത് അങ്ങനെ അല്ല. അമ്മ വിളിച്ചപ്പോ ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു വട്ടം കൂടിയിട്ട് അവിടെ. ഓഹോ, അപ്പൊ അമ്മ നുണ പറഞ്ഞപ്പോ നീയും കൂടി കൂട്ടുന്നുണ്ടാണല്ലേ എന്നെ പറ്റിച്ചത്? ആയിക്കോട്ടെ. എടാ ചെങ്ങായി മിണ്ടാതൊക്കെ പ്ലീസ്. നീ വെച്ചു പോയിക്കോ, ഇല്ല ഞാൻ കൊല്ലും നിന്നെ. എടാ 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 പ്ലീസ് എടാ. നഹിന്ന് പറഞ്ഞാ നഹി, പോടോ. അർജുനേ ഇല്ല, ഞാൻ ഇതില് വീഴൂല. പ്ലീസ് അർജുനെ, അതങ്ങോട്ട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി.